ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വേണ്ട നമ്മുടെ അത്തമൊക്കെ ആയിക്കൊണ്ട് നാളെ ചിങ്ങം വന്നല്ലേ. അപ്പോൾ എല്ലായിടവും വൃത്തിയൊക്കെ ആക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടവും വൃത്തിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. പണി നടക്കുന്നേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ കുറച്ച് പോച്ചയൊക്കെ പറിച്ച് പിന്നെ ഇവിടെ എല്ലാം പറിച്ച് വൃത്തിയാക്കി ഉണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ വിറകൊക്കെ വെട്ടിക്കീറുക കേട്ടോ. ഓണത്തിനേക്കുള്ള വിറക് വെട്ടിക്കീറലൊക്കെയാണ്. അവിടെ എല്ലാം പോച്ചയെല്ലാം പറിച്ച് ഇനിയും വിറക് വെട്ടിക്കീറി കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഏകദേശം നമ്മുടെ പണികളൊക്കെ ഇനിയും വിറകെടുക്കണം. വിറകിൻ്റെ പൊടിയെല്ലാം പറക്കി വെക്കണം. പറമ്പെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ആളിവിടെ നല്ല വിറക് വെട്ടിക്കീറൽ നടക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ, മുളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് പൊങ്ങുണ്ട്. ഇപ്പോൾ പൊങ്ങെടുക്കണം. വേണ്ട ഇവിടെയൊക്കെ വൃത്തിയാക്കി കേട്ടോ. ഇനി ഒരു കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. ഇവിടെ വെല്ലം ഇത്രയും പറിച്ച് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇത്ര ഭാഗം കൂടെ ഉള്ളു കേട്ടോ പറിക്കാൻ. ഇത് കുറച്ച് പറിച്ച് വെച്ചിരിക്കുക. ഇനി ഈ ഒരു ഭാഗം കൂടെ പറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ പോച്ചപറിയെല്ലാം കഴിഞ്ഞ കേട്ടോ. പിന്നെ ഇനി ചുറ്റും തൂത്തുവാരണം. വാരിയാണ് നമ്മൾ പറിച്ചത്. പക്ഷെ എന്നാലും ഒന്നുകൂടൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കണം. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ഇതുണ്ടോ, ഇവിടെ എല്ലാം വൃത്തിയാക്കി സൂപ്പറാക്കി. സൂപ്പർ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. രാവിലെ മുതലുള്ള പണിയാണ്. ഫുഡൊന്നും കഴിക്കാതുള്ള പണിയായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിക്കാതുള്ള പണിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറമ്പെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പറമ്പിലെ എല്ലാം പോച്ചകളെല്ലാം പറിച്ച് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ എല്ലാം തൂത്ത് വാരി എല്ലാം ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം. അപ്പോഴത്തേക്ക് കടുങ്കാപ്പി വെക്കാം കേട്ടോ. അപ്പം ഇവിടെ രാവിലെ മുതൽ ഇന്ന് പണിയായതുകൊണ്ട് സഹിച്ചനാണെങ്കിൽ പോയിട്ട് വന്നപ്പം പിന്നെ കാപ്പിയുടെ കൂട്ടത്തിൽ കഴിക്കാനുള്ള ഏത്തക്കാപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സഹിച്ചേട്ടൻ വിറക് വെട്ടിക്കീറുമല്ലേ, അപ്പോഴത്തേക്ക് കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഏത്തക്കാപ്പും പരിപ്പുവടയും സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ കാപ്പി തിളച്ച് കാപ്പിക്കുള്ളത് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല കടുപ്പത്തിന് വേണം കേട്ടോ കാപ്പി. കടുപ്പവും വേണം, മധുരവും വേണം കേട്ടോ. അപ്പം നമ്മൾ കാപ്പിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിനി മധുരം ഇട്ട് കൊടുത്ത് ഇളക്കി നമുക്ക് സഹിച്ചെണ്ണുണ്ട് കാപ്പി ഇതും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കുളിയും കഴിഞ്ഞ് കാവിലും പോയിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജും തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് കാവിൽ പോയതൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും പറ്റിയില്ല കേട്ടോ. ഒരാൾ നമ്മുടെ ഇവിടെ പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഒന്ന് ഇറങ്ങാനായിട്ട് വെളിയിലോട്ടൊക്കെ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ ചോദിച്ചു വൈകിട്ട് വരുമ്പോൾ എനിക്ക് ദേഹത്ത് തന്നെ പൊറോട്ട കൊണ്ടുവരുമോ കേട്ടോ. അതിന് പറയാം അയ്യടാ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇത് കണ്ടോ വഴി. ഇതൊക്കെയാണ് എൻ്റെ സങ്കല്പത്തിലെ വീട്ടിലെ വഴികളൊക്കെ കേട്ടോ. രണ്ട് സൈഡും ചെടിയൊക്കെ വെച്ച് നിർത്തി ഇങ്ങനെ കേട്ടോ. എനിക്കിങ്ങനെയുള്ള ഇടവഴികളൊക്കെയാണ് ഇഷ്ടം. നല്ല ഭംഗിയല്ലേ കാണാൻ. ഒരു അല്ലേ നമുക്ക് പഴയൊക്കെ ഒരു വീടിൻ്റെയൊക്കെ. ഇത് പണ്ടത്തെ വീടാണ് കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോണക്കൊക്കെ ഉള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.